ഹായ്, എൻ്റെ ഉത്തരാഖണ്ഡ് യാത്രകളിലെ അവസാന എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ യാത്രയുടെ പ്രധാന ലക്ഷ്യം ഹരിദ്വാറും ഋഷികേഷും ആയിരുന്നതിനാൽ ഡെറാഡൂണിലെ 3 സ്ഥലങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡെറാഡൂണിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ തീർച്ചയായും പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ഡെറാഡൂൺ. സമുദ്രനിരപ്പിൽ നിന്ന് 1400 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡെറാഡൂൺ വർഷം മുഴുവനും സുഖകരമായ കാലാവസ്ഥയുള്ള ഒരു സ്ഥലമാണ്. ഹിമാലയത്തിന്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഡെറാഡൂൺ ഗുഹകൾ, വെള്ളച്ചാട്ടങ്ങൾ, പ്രകൃതിദത്ത നീരുറവകൾ എന്നിവയാൽ സമൃദ്ധമാണ്. രാജ്യത്തെ പ്രശസ്തമായ ചില സർവകലാശാലകളും ബോർഡിംഗ് സ്കൂളുകളും ഉള്ള ഡെറാഡൂൺ ഉത്തരാഖണ്ഡിലെ വിദ്യാഭ്യാസ കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡൂൺ സ്കൂൾ, രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് എന്നിവ ഡെറാഡൂണിലാണ്. ബസ്മതി അരിക്കും ബേക്കറി ഉൽപ്പന്നങ്ങൾക്കും പേരുകേട്ട സ്ഥലമാണ് ഡെറാഡൂൺ. ഡെറാഡൂണിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് റോബേഴ്സ് കേവ് അല്ലെങ്കിൽ കള്ളന്മാരുടെ ഗുഹ. ഡെറാഡൂണിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ അകലെ ഹിമാലയത്തിൽ രൂപം കൊണ്ട ഒരു നദീ ഗുഹയാണ് പ്രാദേശികമായി ഗുച്ചു പാനി എന്നറിയപ്പെടുന്ന റോബേഴ്സ് കേവ്. പ്രവേശന കവാടത്തിന് സമീപം നിരവധി ചെറിയ ഭക്ഷണശാലകളും കടകളും ഉണ്ട്. ഈ പരിസരത്തെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം ഈ ഗ്രാമവാസികൾക്കാണ്. അതുകൊണ്ട് തന്നെ ചുറ്റുപാടുകളൊക്കെ വളരെ വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അത് അവർക്ക് കുറച്ച് വരുമാനവും നൽകുന്നു. ഗുഹയ്ക്ക് ഏകദേശം 600 മീറ്റർ നീളമുണ്ട്. തണുത്ത വെള്ളത്തിലൂടെ നടന്നു വേണം മറ്റേ അറ്റത്തെത്താൻ. മഴയില്ലാത്ത സമയങ്ങളിൽ മുട്ടോളം വെള്ളമുള്ളതിനാൽ ഒഴുക്കിനെതിരെ നടക്കുന്നത് സമയമെടുക്കുന്ന ജോലിയാണ്. പക്ഷേ അതൊരു വല്ലാത്ത അനുഭവമാണ്. നടക്കാൻ തുടങ്ങുമ്പോൾ പേടിയുണ്ടാക്കുമെങ്കിലും പിന്നീട് അതൊരു ആസ്വാദ്യകരമായ അനുഭവമായി മാറും. ഇരുവശങ്ങളിലുമുള്ള പാറകളിൽ പിടിച്ചുകൊണ്ട് നടന്നാൽ പേടിക്കാനൊന്നുമില്ല. അഥവാ തെന്നി വീണാലും വെള്ളത്തിന്റെ നിരപ്പ് കുറവായതിനാൽ മുങ്ങിപ്പോകും എന്നൊന്നും പേടിക്കണ്ട. അകത്ത് കടക്കുമ്പോൾ താപനില കുറയുന്നതിനാൽ പുറത്തെ ചൂടിൽ നിന്ന് വ്യത്യസ്തമായ ഉന്മേഷദായകമായ ഒരു അന്തരീക്ഷം പ്രത്യക്ഷപ്പെടുന്നു. മരങ്ങൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശം ഇടുങ്ങിയ സ്ഥലത്തുകൂടി ഒഴുകുന്ന വെള്ളത്തിന്മേൽ മനോഹരമായ ഒരു പ്രകാശം പരത്തുന്നു. അരുവി കൊത്തിയെടുത്ത പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ മണൽപ്പൊടികളുടെയും മിനുസമാർന്ന പാറക്കല്ലുകളുടെയും തണുപ്പ് കാലിന്റെ അടിയിൽ ഇക്കിളി ഉണർത്തുന്നു. ചുറ്റുമുള്ള ഇരുണ്ട ചുണ്ണാമ്പുകല്ലുകൊണ്ട് ചുറ്റപ്പെട്ട ഗുഹയ്ക്കുള്ളിൽ പ്രതിധ്വനിക്കുന്ന അരുവിയുടെ ശബ്ദം ഒരു നിഗൂഢ സിനിമയിലെ സീനിലുള്ളതിന് സമാനമായ ഒരു തോന്നൽ സൃഷ്ടിക്കുന്നു. ചുണ്ണാമ്പ് കല്ലുകൾക്കിടയിൽ രൂപപ്പെട്ട ഒരു ഇടുങ്ങിയ മലയിടുക്കാണ് ഈ ഗുഹ. മോഷ്ടാക്കൾ മോഷ്ടിച്ച സാധനങ്ങൾ ഗുഹയിൽ സൂക്ഷിക്കുന്നതായി കണ്ടെത്തതിനെ തുടർന്ന് ബ്രിട്ടീഷുകാരാണ് ഈ ഗുഹയ്ക്ക് ഈ പേര് നൽകിയത് എന്ന് പറയപ്പെടുന്നു. ഈ സ്ഥലം ബ്രിട്ടീഷുകാരുടെ ഒരു മീറ്റിംഗ് സ്ഥലമായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉദ്യോഗസ്ഥർ ചർച്ചകൾക്കും തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുമായി ഇവിടെ ഒത്തുകൂടിയിരുന്നത്രേ. കുറച്ച് നടന്നു കഴിയുമ്പോൾ പാത ഇടുങ്ങിയതായി തീരുകയും അരുവി പാറകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതായി കാണുകയും ചെയ്യും. ഇവിടെ നിന്നും വലതുവശത്തുള്ള പാറകളിൽ കൂടി കയറിയാൽ മറുവശത്തെത്താം. ഗുഹയുടെ അവസാനത്തിൽ വെള്ളം വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. പ്രകൃതി സൗന്ദര്യത്തിന് നടുവിലുള്ള ഒരു വ്യത്യസ്ത അനുഭവം നൽകുന്ന റോബേഴ്സ് കേവ് ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട സ്ഥലമാണ്.
ഡെറാഡൂണിലെ ഏറ്റവും ജനപ്രിയമായ സൈറ്റുകളിൽ ഒന്നാണ് തപ്കേശ്വർ. തപ്കേശ്വർ മഹാദേവ ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്രം ഡെറാഡൂൺ നഗരമധ്യത്തിൽ നിന്ന് 6.5 കിലോമീറ്റർ അകലെയാണ്. ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ എളിയ ഗുഹാക്ഷേത്രം ഒരു നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒരിക്കൽ പ്രശസ്ത ഗുരു ദ്രോണാചാര്യരുടെ വാസസ്ഥലമായിരുന്നു എന്ന് കരുതുന്ന ഈ ഗുഹ ദ്രോണ ഗുഹ എന്നും അറിയപ്പെടുന്നു. പ്രധാന സമുച്ചയത്തിൽ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അത് ഭഗവാന്റെ അനുഗ്രഹം തേടുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. തുടർച്ചയായി സീലിംഗിൽ നിന്നും താഴേക്ക് വീഴുന്ന വെള്ളം ശിവലിംഗത്തിലാണ് പതിക്കുന്നത്. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തീർത്ഥാടകർ ഇവിടെയുള്ള ഗന്ധകത്തിന്റെ സാമീപ്യത്താൽ പാൽ നിറമുള്ള വെള്ളമുള്ള നദിയിൽ കുളിക്കാറുണ്ട്. ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാമാവ് ഈ ഗുഹയ്ക്കുള്ളിലാണ് ജനിച്ചതെന്ന് പറയപ്പെടുന്നു. അവനെ പോറ്റാൻ അമ്മയ്ക്ക് മതിയായ പാലില്ലായിരുന്നതിനാൽ തന്റെ പ്രായത്തിനപ്പുറമുള്ള ജ്ഞാനിയായിരുന്ന അശ്വത്ഥാമാവ് തന്റെ വിശപ്പ് ശമിപ്പിക്കാൻ പാൽ നൽകണമെന്ന് ശിവനോട് പ്രാർത്ഥിച്ചു. കുട്ടിയുടെ സമർപ്പണവും ഭക്തിയും കണ്ട് ഗുഹകളിൽ പാൽ വീഴ്ത്തിക്കൊണ്ട് ശിവൻ അനുഗ്രഹിച്ചു. അന്നു മുതൽ ഭഗവാന്റെ അനുഗ്രഹം തേടി ഈ ക്ഷേത്രം സന്ദർശിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായി ഒരു ശിവലിംഗം അവിടെ സ്ഥാപിച്ചു. തപ്കേശ്വര ക്ഷേത്രം മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ രൂപകൽപ്പനയുടെ ഒരു സംയോജനമാണ്. 2 കുന്നുകൾക്കിടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കുന്നിന്റെ മുകളിലേക്ക് പോകാൻ ഇവിടെ ലിഫ്റ്റിന്റെ സൗകര്യമൊക്കെയുണ്ട്. തപ്കേശ്വർ ക്ഷേത്രത്തിനടുത്തുള്ള മാതാ വൈഷ്ണോദേവി ഗുഹയാണ് ഈ പ്രദേശത്തെ മറ്റൊരു പ്രധാന ആകർഷണം. ദുർഗാദേവിയുടെ അവതാരമായ മാതാ വൈഷ്ണോദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഗുഹാക്ഷേത്രമാണിത്. ജമ്മുവിലെ കത്രയിലെ യഥാർത്ഥത്തിലുള്ള മാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനോട് സാമ്യമുള്ളതാണ് ഈ ഗുഹ എന്ന് വിശ്വസിക്കപ്പെടുന്നു. സാധാരണയായി തപ്കേശ്വർ ക്ഷേത്രം സന്ദർശിക്കുന്ന ഭക്തർ അനുഗ്രഹം തേടി വൈഷ്ണോദേവി ഗുഹയിലും സന്ദർശിക്കാറുണ്ട്. 1906 സ്ഥാപിതമായതും 4.5 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നതുമായ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊളോണിയൽ കാലഘട്ടത്തിലെ രൂപകൽപ്പനയ്ക്കും മഹത്വത്തിനും പേരുകേട്ട ഒരു വാസ്തുവിദ്യാ വിസ്മയമാണ്. കൊളോണിയൽ, ഗ്രീക്കോ റോമൻ വാസ്തുവിദ്യാ ശൈലികളിൽ നിർമ്മിച്ചിട്ടുള്ള വനഗവേഷണ മേഖലയിലെ ഈ പ്രമുഖ സ്ഥാപനം ഡൂൺ താഴ്വരയുടെ ശാന്തമായ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡെറാഡൂണിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മനോഹരമായ വിശാലമായ ക്യാമ്പസിൽ നിരവധി ബോളിവുഡ് സിനിമകളും TV സീരിയലുകളും ചിത്രീകരിച്ചിട്ടുണ്ട്. കൊളനേഡുകളും വലിയ കമാനങ്ങളും അലങ്കരിച്ച തൂണുകളും ഉൾക്കൊള്ളുന്ന പ്രധാന കെട്ടിടത്തിന്റെ രൂപകൽപ്പന ഗ്രീക്ക് റോമൻ വാസ്തുവിദ്യാ ഘടകങ്ങളുടെ മിശ്രിതത്തെ പ്രതിഫലിപ്പിക്കുന്നു. പ്രധാന കെട്ടിടത്തിന് മുകളിൽ ഗംഭീരമായ രൂപം നൽകുന്ന ഒരു താഴികക്കുടമുണ്ട്. കെട്ടിടം പ്രാഥമികമായി മണൽക്കല്ലും ഇഷ്ടികയും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. കത്തീഡ്രൽ ഓഫ് ഫോറസ്റ്റ് എന്ന് വിളിക്കുന്ന ഗംഭീരമായ തൂണുകളുള്ള ഇടനാഴികൾ ഈ കെട്ടിടത്തിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചുറ്റും വിശാലമായ പുൽത്തകിടികളും പൂന്തോട്ടങ്ങളും ഉണ്ട്. കൊളോണിയൽ ഇന്ത്യയിൽ ഏകദേശം 30 വർഷത്തോളം ജോലി ചെയ്തിരുന്ന ജർമ്മൻ ബ്രിട്ടീഷ് സസ്യശാസ്ത്രജ്ഞനും ഫോറസ്ട്രി അക്കാഡമികനുമായ ഡയട്രിച്ച് ബ്രാൻഡിസ് ആണ് 1878 ഈ സ്ഥാപനം ആദ്യം സ്ഥാപിച്ചത്. ബ്രിട്ടീഷ് ഇംപീരിയൽ ഫോറസ്റ്റ് സ്കൂൾ എന്നായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യത്തെ പേര്. 1906 ഈ സ്ഥാപനം ബ്രിട്ടീഷ് ഇംപീരിയൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയി പുനഃസ്ഥാപിച്ചു. പരക്കെ അറിയപ്പെടുന്നതും അംഗീകരിക്കപ്പെട്ടതുമായ ഈ സർവകലാശാലയിൽ വനശാസ്ത്രത്തിനും ഗവേഷണത്തിനുമായി സമർപ്പിച്ചിരിക്കുന്ന 6 മ്യൂസിയങ്ങളുണ്ട്. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ചിന്റെ ഹെഡ് ഓഫീസ് എന്നിവയും ഇതിന്റെ അകത്താണ്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുഴുവൻ ശാസ്ത്രീയമായ വനവൽക്കരണത്തിന്റെ പരിണാമത്തിലേക്ക് നയിച്ചത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. രാജ്യത്തെ ഫോറസ്റ്റ് ഓഫീസർമാർക്കും ഫോറസ്റ്റ് റേഞ്ചർമാർക്കും പരിശീലനം നൽകുന്നതും ഈ അഭിമാനകരമായ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഈ കെട്ടിടം ദേശീയ പൈതൃക സ്ഥലമായി പ്രഖ്യാപിക്കപ്പെട്ടതിനാൽ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പൂർണ്ണമായ ഇഷ്ടിക ഘടനയായി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ പോലും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നിർമ്മിതിയാണിത്.
ഉത്തരാഖണ്ഡ് യാത്ര കഴിഞ്ഞ് ഞാൻ മടങ്ങുകയാണ്. ഇന്ന് രാത്രി ഡൽഹിയിലാണ് താമസം. നാളെ വെളുപ്പിനുള്ള ഫ്ലൈറ്റിന് നാട്ടിലേക്ക് മടങ്ങണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. പുതിയൊരു ദേശത്തിന്റെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.